ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേക്ക് ഡെക്കറേഷൻ വീഡിയോ തന്നെയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ നമുക്ക് ഒരുപാട് വിധത്തിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു നോസിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഫ്ലവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു കേക്കിന് നല്ലൊരു ലുക്കാണ് കിട്ടുന്നത്. നല്ല കളർ കോമ്പിനേഷനിലുള്ള ഒരു ഡെക്കറേഷനും കൂടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൽ നോസിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ യെല്ലോ കളറിലുള്ള ക്രീമാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോസിൽ വന്നിട്ടുള്ളത് ഈ ഒരു നോസിലാണ്. ഞാനിത് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു നോസിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു നോസിലിൻ്റെ അറ്റം വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഫ്ലവർ നെയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ബേസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് ഫ്ലവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് കേക്കിലേക്ക് എടുത്ത് വെക്കുന്നതാണെങ്കിൽ അതിന് ബേസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബേസ് കൊടുക്കാം. എത്ര വലിപ്പത്തിലുള്ള ഫ്ലവറാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബേസ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഇത്രയും വലിപ്പത്തിലുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ബേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെറ്റൽസ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നോസിലിൻ്റെ അറ്റം ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. എന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പെറ്റൽസ് വരച്ച് കൊടുക്കാം. ഈ ഒരു നോസിൽ വെച്ചിട്ട് ഒരുപാട് വലിയ പെറ്റൽസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവില്ല കേട്ടോ, ബോറായിരിക്കും. കുഞ്ഞു കുഞ്ഞു പെറ്റൽസാണ് നമുക്ക് ഈ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വലിയ പെറ്റൽസും ചെയ്തെടുക്കാം, പക്ഷേ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് വരച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ കറക്റ്റ് ഭംഗിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ഉടനെ തന്നെ ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ടാണ് നമ്മൾ ഓരോ പെറ്റൽസും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഒരു റൗണ്ട് ഫുള്ളായി ണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കുഞ്ഞു പെറ്റൽസ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു പെറ്റൽസ് നമ്മൾ ആദ്യത്തെ പെറ്റൽസ് തുടങ്ങിയ അവിടെ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു കുഞ്ഞു പെറ്റൽസ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 2 തട്ടായി വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ. ഇനി മൂന്നാമതൊരു തട്ടും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറിയ പെറ്റൽസ് ആയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു 2 തട്ടിലാണ് ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് നല്ലൊരു കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കി കൊടുത്തിട്ട് അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു റെഡ് കളറിൽ ഒരു ഡ്രോപ്പ് റെഡ് കളർ മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് കളറൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു യെല്ലോ കളറിനോട് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കളറാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നടുക്കൊരു ഇങ്ങനെ ഒരു മൊട്ട് പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഫ്ലവർ എടുത്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ കളറിലുള്ള ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് എടുത്തിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് വരുന്നത് കുറച്ച് തിക്കായിട്ടുള്ളൊരു പെറ്റൽസാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ അടുത്ത തട്ട് ചെയ്യാൻ. എന്നാലുള്ള ആ ഓരോ പെറ്റൽസും ഓരോ ലെയറും നമ്മൾ എടുത്ത് കാണിക്കുള്ളൂ. നമ്മൾ സാധാരണ ഫ്ലവർ നോസിൽ വെച്ചിട്ട് ചെയ്യുന്ന പെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടുള്ള പെറ്റൽസ് ആയിരിക്കും. ഇത് അതുപോലെയല്ല. ഈ ഒരു ഇതിൻ്റെ അറ്റം കുറച്ച് തിക്കായിട്ടാണല്ലോ അടിവശത്തേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പെറ്റൽസ് ആയിരിക്കും കേട്ടോ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ചെയ്ത് ഇതിനെ ലെയറാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിൽ എത്ര ഫ്ലവറാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഒരുപാട് ഇതിപ്പോൾ ചെറിയ കേക്കാണ്. ഇതിൻ്റെ മുകളിൽ ഒരു 2-3 ഫ്ലവർ അത്ര തന്നെ മതി കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ചെയ്താൽ അത് ബോറാക്കി എടുക്കണ്ട. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഓരോ ലീഫും കൂടെ കൊടുക്കാം അല്ലേ. ഒരുപാട് ലീഫ് വേണ്ട, ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇതുപോലെ ലീഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കി കൊടുത്തിട്ട് ജസ്റ്റ് വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. നോസിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്ത് ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ലീഫിൻ്റെ രീതിയിൽ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ ഭാഗത്ത് പേരെഴുതാനൊക്കെ ഉണ്ടെങ്കിൽ പേരെഴുതാം. അപ്പോൾ ഞാനിവിടെ ഓരോ ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഓരോ ബോൾസ് അവിടെ ഇവിടേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.